Hello, welcome back. Today we gonna learn about the uses of dare. Dare ഒരു സെമി മോഡലാണ്. ഡയർ എന്ന വേർഡിന് മീനിങ് ധൈര്യപ്പെടുക. ഇനി ഇത് ഉപയോഗിക്കുന്നതിനനുസരിച്ച് ഇതിൻ്റെ മീനിങ്ങിൽ ചേഞ്ചസ് വരാം. ഡയർ ഒരു സെമി മോഡൽ ആയതുകൊണ്ട് തന്നെ ഒരു സെൻറ്റൻസിലെ മോഡൽ വേർബായിട്ട് ഡയർ ഉപയോഗിക്കാം. ഇനി ഒരു സെൻറ്റൻസിലെ മെയിൻ വേർബായിട്ടും ഡയർ ഉപയോഗിക്കും. അപ്പോൾ ഒരു സെൻറ്റൻസിലെ മോഡൽ വേർബായിട്ടും മെയിൻ വേർബായിട്ടും ഡയർ ഉപയോഗിക്കാം. ഇനി ഡയർ എന്ന വേർഡ് കേൾക്കുമ്പോൾ എനിക്കെപ്പോഴും ഓർമ്മ വരുന്നത് ഹൗ ഡയർ യു എന്ന് പറയുന്നതാണ്. ഹൗ ഡയർ യു, നിനക്കെങ്ങനെ ധൈര്യം വന്നു. അപ്പോൾ വളരെയധികം ദേഷ്യം വരുന്ന സമയത്താണ് ഹൗ ഡയർ യു എന്ന് പറയാറുള്ളത്. വളരെയധികം അല്ലെങ്കിൽ കുറച്ചൊക്കെ ദേഷ്യം വരുന്ന സമയത്ത് ഹൗ ഡയർ യു ഉപയോഗിച്ച് പിന്നെ എന്തെങ്കിലുമൊക്കെ പറയാറുണ്ട്. എന്താണ് അങ്ങനെ പറയാനുള്ള കാരണമെന്ന് വെച്ചാൽ അപ്പോൾ നമുക്ക് ഈ ഉപയോഗങ്ങളൊക്കെ നോക്കാം. മെയിൻ വേർബായിട്ടും മോഡലായിട്ടും ഹൗ ഡയർ യു ഉപയോഗിച്ച് പറയുന്ന സെൻറ്റൻസുകളും നോക്കാം. അപ്പോൾ ഡയറിൻ്റെ ഈ 3 ഉപയോഗങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദിസ് വീഡിയോ ഈസ് റിക്വസ്റ്റഡ് ബൈ ശ്രീ സി വി. ഓക്കെ, let's start. At first, dare as a main verb. Dare ഒരു മെയിൻ വേർബായിട്ട് എങ്ങനെയൊക്കെ ഉപയോഗിക്കാം എന്ന് നമുക്ക് നോക്കാം. ഡയർ ഒരു സെൻറ്റൻസിലെ മെയിൻ വേർബായിട്ട് ഉപയോഗിക്കുമ്പോൾ ആ സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ ഇങ്ങനെയായിരിക്കും. സബ്ജക്റ്റ്, ദെൻ ഡയർ. ഇവിടെ സബ്ജക്റ്റിന് അനുയോജ്യമായ രീതിയിലാണ് ഡയർ ഉപയോഗിക്കേണ്ടത്. ഇപ്പോൾ സബ്ജക്റ്റ് പ്ലൂരലാണെങ്കിൽ, അതായത് ഐ, യു, ദേ, വി, അതല്ലെങ്കിൽ അതുപോലുള്ള ഏതെങ്കിലും പ്ലൂരൽ നെയിംസ് ആണെങ്കിൽ സബ്ജക്റ്റിൻ്റെ കൂടെ ഡയർ ആണ് ഉപയോഗിക്കേണ്ടത്. ഇനി സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ, അതായത് ഹി, ഷീ, ഇറ്റ്, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ പേര്, ഒരു വ്യക്തിയെക്കുറിച്ച് ഒക്കെയാണ് പറയുന്നത് എങ്കിൽ ഡയേഴ്സ് ആണ് ഉപയോഗിക്കേണ്ടത്. ഡയേഴ്സ്. ഇതൊക്കെ പ്രസൻറ്റ് ടെൻസിലുള്ള കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി പാസ്റ്റിലാണെങ്കിൽ സബ്ജക്റ്റ് സിംഗുലറോ പ്ലൂരലോ എന്തോ ആയിക്കോട്ടെ ഡയേർഡ് ആണ് ഉപയോഗിക്കേണ്ടത്. ഡയേർഡ്. ഇനി ഡയർ എന്ന വേർഡിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിളും ഡയേർഡ് തന്നെയാണ്. അതായത് പെർഫെക്റ്റ് സെൻറ്റൻസുകളിലൊക്കെ ഇത് ഉപയോഗിക്കേണ്ടി വരികയാണെങ്കിൽ ഡയേർഡ് ആണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ നമ്മൾ പറഞ്ഞു വന്നത് സബ്ജക്റ്റ്, ദെൻ ഡയർ, ദെൻ ടു പ്ലസ് വേർബ്, അതായത് ടു ഇൻഫിനിറ്റീവ്. നമുക്കറിയാം ടു ഇൻഫിനിറ്റീവ് എന്ന് പറയുന്നത് വേർബ് അല്ല എന്നുള്ളതൊക്കെ. അത് ഇൻഫിനിറ്റീവ് ഓർ ജെറണ്ട് എന്നുള്ള ലെസണിൽ നമ്മൾ ക്ലിയർ ആയിട്ട് പഠിച്ചതാണ്. അപ്പോൾ ഇവിടുത്തെ വേർബ് എപ്പോഴും ഡയർ തന്നെയാണ്. പിന്നെ ഉപയോഗിക്കുന്നത് ടു ഇൻഫിനിറ്റീവാണ്. ദെൻ ഒബ്ജക്റ്റ്. അപ്പോൾ ഡയർ ഒരു സെൻറ്റൻസിലെ മെയിൻ വേർബായിട്ട് ഉപയോഗിക്കുമ്പോഴുള്ള സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ ഇതാണ്. സബ്ജക്റ്റ് പ്ലസ് ഡയർ പ്ലസ് ടു പ്ലസ് വേർബ് പ്ലസ് ഒബ്ജക്റ്റ്. ഓക്കെ, സോ ലെറ്റ്സ് ഹാവ് ലുക്ക് അറ്റ് സം എക്സാമ്പിൾസ്. ഐ ഡയർ ടു സ്റ്റാൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് യു. നിങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ ഞാൻ ധൈര്യപ്പെടുന്നു. ഐ ഡയർ ടു സ്റ്റാൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് യു. നിങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ ഞാൻ ധൈര്യപ്പെടുന്നു. ഇവിടെ സബ്ജക്റ്റ് ഐ ആണ്. ഐ പ്ലൂരൽ ആയതുകൊണ്ട് തന്നെ ഡയർ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ദെൻ ടു സ്റ്റാൻഡ് എന്ന ഇൻഫിനിറ്റീവാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ടു സ്റ്റാൻഡ്, നിൽക്കാൻ. ദെൻ ഇൻ ഫ്രണ്ട് ഓഫ് യു, നിങ്ങളുടെ മുൻപിൽ. ഇനി ഈ സബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് ഏതെങ്കിലും സിംഗുലർ സബ്ജക്ട്സ് ആയിരുന്നുവെങ്കിൽ എങ്ങനെ പറയും? അതായത് ഇപ്പോൾ അവൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ ധൈര്യപ്പെടുന്നു, അല്ലെങ്കിൽ അവൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ ധൈര്യപ്പെടുന്നു. ഇങ്ങനെയൊക്കെയാണ് പറയേണ്ടത് എങ്കിൽ ഹി ഡയേഴ്സ് ടു സ്റ്റാൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് യു. ഹി ഡയേഴ്സ്. ഇവിടെ ഡയർ എന്നുള്ളതിൻ്റെ കൂടെ ഒരു എസ് കൂടെ ചേരും. കാരണം ഹി ഒരു സിംഗുലർ ആണ്, അതുകൊണ്ട് ഡയേഴ്സ്. ഹി ഡയേഴ്സ് ടു സ്റ്റാൻഡ് ഇൻ ഫ്രണ്ട് ഓഫ്. ഇനി അവൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ ധൈര്യപ്പെടുന്നു എന്ന് പറയാൻ ഷീ ഡയേഴ്സ് ടു സ്റ്റാൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് യു. ഷീ ഡയേഴ്സ് ടു സ്റ്റാൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് യു. ഇനി അവർ നിങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ ധൈര്യപ്പെടുന്നു എന്നാണ് പറയേണ്ടതെങ്കിൽ അവർ, ദേ, അത് പ്ലൂരലാണ്. സോ ദേ ഡയർ ടു സ്റ്റാൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് യു. ഇനി ധൈര്യപ്പെടുന്നില്ല എന്നാണ് പറയേണ്ടത് എങ്കിൽ എങ്ങനെ പറയും? ധൈര്യപ്പെടുന്നില്ല. അപ്പോൾ സെൻറ്റൻസ് നെഗറ്റീവ് ആകും. ഈ ഡയറിനെ നെഗറ്റീവ് ആക്കണം. അപ്പോൾ ഡയറിനെ നെഗറ്റീവ് ആക്കുമ്പോൾ, അതായത് ഒരു പ്ലൂരൽ സബ്ജക്ട്സിൻ്റെ കൂടെ ഉപയോഗിക്കുന്ന ഡയറിനെയാണ് നെഗറ്റീവ് ആക്കേണ്ടത് എങ്കിൽ ഡു നോട്ട് ഡയർ എന്നായി മാറും. പ്ലൂരൽ സബ്ജക്ട്സിൻ്റെ കൂടെയാണെങ്കിൽ, അതായത് ഐ ഡു നോട്ട് ഡയർ, ഞാൻ ധൈര്യപ്പെടുന്നില്ല. യു ഡു നോട്ട് ഡയർ, നീ ധൈര്യപ്പെടുന്നില്ല. ദേ ഡു നോട്ട് ഡയർ, അവർ ധൈര്യപ്പെടുന്നില്ല.
വി ഡു നോട്ട് ഡയർ, നമ്മൾ ധൈര്യപ്പെടുന്നില്ല. ഇനി എന്ത് ചെയ്യാനാണ് ധൈര്യപ്പെടാത്തത് എന്ന് വെച്ചാൽ ആ കാര്യം അങ്ങ് പറയാം. എന്തിനായിരിക്കാം? ടു സേ എ സിംഗിൾ വേർഡ് അഗെയിൻസ്റ്റ് ഹിം, അവനെതിരെ ഒരു വാക്ക് പറയാൻ ധൈര്യപ്പെടുന്നില്ല. അപ്പോൾ ഇതിലെ ഈ ഡു നോട്ട് എന്നതിൻ്റെ കോൺട്രാക്ഷൻ ഡോണ്ട് ആയിട്ട് ഉപയോഗിക്കാം. ഐ ഡോണ്ട് ഡെയർ ടു സേ എ സിംഗിൾ വേർഡ് അഗെയിൻസ്റ്റ് ഹിം, ഞാൻ അവനെതിരെ ഒരു വാക്ക് പറയാൻ ധൈര്യപ്പെടുന്നില്ല. യു ഡോണ്ട് ഡെയർ ടു സേ എ സിംഗിൾ വേർഡ് അഗെയിൻസ്റ്റ് ഹിം, നീ അവനെതിരെ ഒരു വാക്ക് പറയാൻ ധൈര്യപ്പെടുന്നില്ല. ദേ ഡോണ്ട് ഡെയർ ടു സേ എ സിംഗിൾ വേർഡ് അഗെയിൻസ്റ്റ് ഹിം, അവർ അവനെതിരെ ഒരു വാക്ക് പറയാൻ ധൈര്യപ്പെടുന്നില്ല. വി ഡോണ്ട് ഡയർ, ഞങ്ങൾ ധൈര്യപ്പെടുന്നില്ല. ടു സേ, പറയാൻ, എ സിംഗിൾ വേർഡ് അഗെയിൻസ്റ്റ് ഹിം, ഒരു വാക്ക് അവനെതിരെ പറയാൻ ധൈര്യപ്പെടുന്നില്ല. അപ്പോൾ ഇനി ഇത് സിംഗുലർ സബ്ജക്ട്സിൻ്റെ കൂടെയാണ് ഉപയോഗിക്കേണ്ടത് എങ്കിൽ ഡസ് നോട്ട് ഡയർ ആയി മാറും. ഹി ഡസ് നോട്ട് ഡയർ, അവൻ ധൈര്യപ്പെടുന്നില്ല. ഷീ ഡസ് നോട്ട് ഡയർ, അവൾ ധൈര്യപ്പെടുന്നില്ല. റാണി ഡസ് നോട്ട് ഡയർ, റാണി ധൈര്യപ്പെടുന്നില്ല. രാഹുൽ ഡസ് നോട്ട് ഡയർ, രാഹുൽ ധൈര്യപ്പെടുന്നില്ല. ഈ ഡസ് നോട്ടിൻ്റെ കോൺട്രാക്ഷനാണ് ഡസിൻറ്റ്. സോ ഹി ഡസിൻ ഡയർ ടു സേ എ സിംഗിൾ വേർഡ് അഗെയിൻസ്റ്റ് ഹിം, അവനെതിരെ ഒരു വാക്ക് പറയാൻ ധൈര്യപ്പെടുന്നില്ല. ഷീ ഡസിൻ ഡയർ ടു സേ എ സിംഗിൾ വേർഡ് അഗെയിൻസ്റ്റ് ഹിം, അവൾ അവനെതിരെ ഒരു വാക്ക് പറയാൻ ധൈര്യപ്പെടുന്നില്ല. റാണി ഡസിൻ ഡയർ ടു സേ എ സിംഗിൾ വേർഡ് അഗെയിൻസ്റ്റ് ഹിം, റാണി അവനെതിരെ ഒരു വാക്ക് പറയാൻ ധൈര്യപ്പെടുന്നില്ല. രാഹുൽ ഡസിൻ ഡയർ, രാഹുൽ ധൈര്യപ്പെടുന്നില്ല. ടു സേ, പറയാൻ, എ സിംഗിൾ വേർഡ്, ഒരു വാക്ക്, അഗെയിൻസ്റ്റ് ഹിം, അവനെതിരെ. രാഹുൽ അവനെതിരെ ഒരു വാക്ക് പറയാൻ ധൈര്യപ്പെടുന്നില്ല. ഇനി അവനെതിരെ ഒരു വാക്ക് പറയാൻ നീ ധൈര്യപ്പെടുന്നുണ്ടോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിക്കേണ്ടത് എങ്കിൽ എങ്ങനെ ചോദിക്കാം? അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ട് ഇതിലുള്ള ഈ ഡു ഡസ് ഇവയെ തുടക്കത്തിലേക്ക് എടുത്തിടുക, ഫസ്റ്റിലേക്ക്. അപ്പോൾ ക്വസ്റ്റ്യനായി. ഇപ്പോൾ ഡു ഐ ഡയർ, ഞാൻ ധൈര്യപ്പെടുന്നുണ്ടോ? ഡു യു ഡയർ, നീ ധൈര്യപ്പെടുന്നുണ്ടോ? ഡു ദേ ഡയർ, അവർ ധൈര്യപ്പെടുന്നുണ്ടോ? ഡു വി ഡയർ, നമ്മൾ ധൈര്യപ്പെടുന്നുണ്ടോ? ടു സേ എ സിംഗിൾ വേർഡ് അഗെയിൻസ്റ്റ് ഹിം, അവനെതിരെ ഒരു വാക്ക് പറയാൻ. ഇനി സിംഗുലർ സബ്ജക്ട്സിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ ആകുമ്പോൾ ഡസ് ആദ്യം എടുത്തിടുക. ഡസ് ഹി ഡയർ, അവൻ ധൈര്യപ്പെടുന്നുണ്ടോ? ഡസ് ഷീ ഡയർ, അവൾ ധൈര്യപ്പെടുന്നുണ്ടോ? ഡസ് റാണി ഡയർ, റാണി ധൈര്യപ്പെടുന്നുണ്ടോ? ഡസ് രാഹുൽ ഡയർ, രാഹുൽ ധൈര്യപ്പെടുന്നുണ്ടോ? ടു സേ എ സിംഗിൾ വേർഡ് അഗെയിൻസ്റ്റ് ഹിം, അവനെതിരെ ഒരു വാക്ക് പറയാൻ ഇവർ ആരെങ്കിലും ധൈര്യപ്പെടുന്നുണ്ടോ എന്നാണ് ചോദിച്ചത്. ഇനി പാസ്റ്റിലുള്ള ഒരു കാര്യമാണെങ്കിൽ ഡേഡ് ആണ് ഉപയോഗിക്കേണ്ടത്. ഡേഡ്, അതായത് ധൈര്യം കാണിച്ചു അല്ലെങ്കിൽ തുനിഞ്ഞു എന്നൊക്കെ അർത്ഥമുണ്ട്. ഐ ഡേർഡ് ടു ടച്ച് ഹർ, അവളെ തൊടാൻ ഞാൻ ധൈര്യം കാണിച്ചു. ഇവിടെ പാസ്റ്റിലാകുമ്പോൾ സബ്ജക്റ്റ് സിംഗുലറോ പ്ലൂരലോ വ്യത്യാസമില്ല, സെയിം ഡയേർഡ് തന്നെയാണ് എവിടെയും ഉപയോഗിക്കേണ്ടത്. ദേ ഡയേർഡ് ടു സ്ലാപ്പ് ഹിം, അവർ അവനെ അടിക്കാൻ തുനിഞ്ഞു അല്ലെങ്കിൽ അവർ അവനെ അടിക്കാൻ ധൈര്യം കാണിച്ചു. ഹി ഡയർഡ് ടു ടെൽ ദം ദ ട്രൂത്ത്, അവൻ അവരോട് സത്യം തുറന്നു പറയാൻ ധൈര്യപ്പെട്ടു. ഷീ ഡയർഡ് ടു ഡിസൊബേ ഹർ പാരൻസ്, മാതാപിതാക്കളോട് അനുസരണക്കേട് കാണിക്കാൻ അവൾ ധൈര്യപ്പെട്ടു. ഇനി ഈ സെൻറ്റൻസുകളുടെ നെഗറ്റീവ് പറയാൻ വേണ്ടിയിട്ട്, അതായത് ധൈര്യപ്പെട്ടില്ല അല്ലെങ്കിൽ തുനിഞ്ഞില്ല എന്നൊക്കെ മീനിങ് വരാൻ വേണ്ടിയിട്ട് ഡിഡ് നോട്ട് ഡയർ ആണ് ഉപയോഗിക്കേണ്ടത്. ഡിഡ് നോട്ട് ഡയർ, ധൈര്യപ്പെട്ടില്ല അല്ലെങ്കിൽ തുനിഞ്ഞില്ല. അപ്പോൾ ഇവിടെയും സബ്ജക്റ്റ് ഏതായാലും ഡിഡ് നോട്ട് ഡയർ തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. അതായത് പാസ്റ്റിലാകുമ്പോൾ സബ്ജക്റ്റിനനുസരിച്ച് ഒരിക്കലും വേർബ് മാറില്ല. ഓക്കെ, ലെറ്റ്സ് ഹാവ് ലുക്ക് അറ്റ് സം എക്സാമ്പിൾസ്. ഷീ ഡിഡിൻ ഡയർ ടു റിജക്റ്റ് മൈ പ്രപ്പോസൽ, എൻ്റെ വിവാഹാഭ്യർത്ഥന നിരസിക്കാൻ അവൾ ധൈര്യപ്പെട്ടില്ല. ഇവിടെ ഡിഡിൻ എന്ന് പറയുന്നത് ഡിഡ് നോട്ടിൻ്റെ കോൺട്രാക്ഷനാണ്. ഐ ഡിഡിൻ ഡയർ ടു സ്ലാപ്പ് ഹിം, അവനെ അടിക്കാൻ ഞാൻ ധൈര്യപ്പെട്ടില്ല. ഇനി ക്വസ്റ്റ്യൻസ് ചോദിക്കാനായിട്ട്, അതായത് ധൈര്യപ്പെട്ടോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിക്കേണ്ടത് എങ്കിൽ ഈ ഡിഡിനെ എടുത്ത് ഫസ്റ്റിലിടുക. ഡിഡ് ഷീ, അവൾ ധൈര്യപ്പെട്ടോ? ഡിഡ് ഷീ ഡയർ ടു റിജക്റ്റ് മൈ പ്രപ്പോസൽ, എൻ്റെ വിവാഹാഭ്യർത്ഥന നിരസിക്കാൻ അവൾ ധൈര്യപ്പെട്ടോ? ഡിഡ് യു ഡയർ ടു സ്ലാപ്പ് ഹിം, അവനെ അടിക്കാൻ നീ ധൈര്യപ്പെട്ടോ? ഡിഡ് യു ഡയർ ടു സ്ലാപ്പ് ഹിം?
അപ്പോൾ നമ്മൾ ഈ പറഞ്ഞത് അത്രയും ഡയർ എന്ന വേർഡിനെ മെയിൻ വേർബായിട്ട് ഒരു സെൻറ്റൻസിൽ എങ്ങനെ ഉപയോഗിക്കും എന്നുള്ളതാണ്. അതിൻ്റെ പ്രസൻറ്റ് ടെൻസിലും പാസ്റ്റ് ടെൻസിലും പോസിറ്റീവ് സെൻറ്റൻസ്, നെഗറ്റീവ് സെൻറ്റൻസ്, അതുപോലെ ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെ ചോദിക്കാം എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞത്. നെക്സ്റ്റ് വൺ, ഡയർ എന്ന വേർഡിൻ്റെ മോഡൽ ഓക്സിലിയറി വേർബായിട്ടുള്ള ഉപയോഗങ്ങൾ നോക്കാം. ഒരു സെൻറ്റൻസിൽ ഡയർ മോഡൽ ഓക്സിലിയറി വേർബായിട്ട് ഉപയോഗിക്കുമ്പോൾ ആ സെൻറ്റൻസ് ഒന്നുകിൽ നെഗറ്റീവ് ആയിരിക്കണം, അതല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ആയിരിക്കണം. അപ്പോൾ നെഗറ്റീവ് സെൻറ്റൻസുകളിലോ അല്ലെങ്കിൽ ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസുകളിലോ മാത്രമാണ് ഡയർ ഒരു മോഡൽ ഓക്സിലിയറി വേർബായിട്ട് ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾസ്, ഐ ഡയർ നോട്ട് ടച്ച് ഹർ. ഐ ഡയർ നോട്ട് ടച്ച് ഹർ. ഞാൻ അവളെ തൊടാൻ ധൈര്യപ്പെടുന്നില്ല. ഈ സെൻറ്റൻസിൽ ഡയർ ഒരു ഓക്സിലിയറി വേർബായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഐ ഡയർ. ഇവിടെ മെയിൻ വേർബ് ടച്ച് ആണ്, ടച്ച്. ടു ടച്ച് എന്ന് ഈ സെൻറ്റൻസിൽ പറയാൻ പറ്റില്ല. ഐ ഡയർ നോട്ട് ടു ടച്ച് ഹർ എന്ന് പറഞ്ഞാൽ ഈ സെൻറ്റൻസ് റോങ് ആണ്. ഐ ഡയർ നോട്ട് ടച്ച് ഹർ. ടച്ച്, ടച്ച് ഇറ്റ് സെൽഫ്. ഈ സെൻറ്റൻസിൽ മോഡൽ ഓക്സിലിയറി വേർബ് ഡയർ ആയതുകൊണ്ട് തന്നെ ഈ സെൻറ്റൻസിലെ വേർബ് എപ്പോഴും ഫസ്റ്റ് ഫോമിലായിരിക്കണം, V1 ആയിരിക്കണം. ടച്ച്, ടച്ച്ഡ് എന്നോ ടച്ചസ് എന്നോ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല, ടച്ച് മാത്രം. അതായത് സാധാരണ മോഡൽസ് ഉപയോഗിക്കുമ്പോഴുള്ള സെയിം നിയമങ്ങൾ തന്നെയാണ് ഡയർ ഒരു മോഡലായിട്ട് ഉപയോഗിക്കുമ്പോഴും. ഇപ്പോൾ ഇതേ ആശയം തന്നെ നമുക്ക് ഡയർ മെയിൻ വേർബായിട്ട് ഉപയോഗിച്ചുള്ള ഒരു സെൻറ്റൻസിലും പറയാം. അപ്പം അങ്ങനെ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഐ ഡയർ നോട്ട് ടച്ച് ഹെർ, ഞാൻ അവളെ തൊടാൻ ധൈര്യപ്പെടുന്നില്ല. ഇത് ഇവിടെ മെയിൻ വേർബായിട്ടാണ് പറയുന്നത് എങ്കിൽ എങ്ങനെ പറയാം? ഐ ഡോണ്ട് ഡയർ ടു ടച്ച് ഹെർ. അപ്പം അങ്ങനെ പറയുമ്പോൾ വ്യത്യാസം നോക്കൂ. ഡയർ മോഡൽ ഓക്സിലറി വേർബായിട്ട് ഉപയോഗിക്കുമ്പോൾ ആ സെൻറ്റൻസിലെ മോഡൽ ഓക്സിലറി വേർബ് ഡയർ ആണ്. എന്നാൽ ഡയർ മെയിൻ വേർബായിട്ട് ഉപയോഗിക്കുമ്പോൾ ആ സെൻറ്റൻസിലെ ഓക്സിലറി വേർബ് ഡോണ്ട് ആണ്. ഡോണ്ട് ഡയർ. രണ്ടാമത്തെ വ്യത്യാസം വേർബിലാണ്. ഇപ്പോൾ മെയിൻ വേർബായിട്ട് ഉപയോഗിക്കുമ്പോൾ അവിടുത്തെ വേർബ് എന്ന് പറയുന്നത് ഡയർ തന്നെയാണ്. അതുകൊണ്ട് അവിടെയുള്ള ഈ ടച്ച്, ടു ടച്ച്, അവിടെ ഇൻഫിനിറ്റീവാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അവിടെ വേറൊരു രണ്ടാമതൊരു മെയിൻ വേർബ് ഉപയോഗിക്കാൻ പറ്റില്ല. ഡയർ തന്നെയാണ് മെയിൻ വേർബ്. അപ്പോൾ ടു ടച്ച് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് അത് ഇൻഫിനിറ്റീവാണ്, മെയിൻ വേർബല്ല. എന്നാൽ ഡയർ മോഡൽ ഓക്സിലിയറി വേർബായിട്ട് ഉപയോഗിക്കുമ്പോൾ ആ സെൻറ്റൻസിൽ ഒരു മെയിൻ വേർബുണ്ട്, ടച്ച്. അവിടെ ടച്ച് എന്ന ഒരു മെയിൻ വേർബ് ഉണ്ട്. ഡയർ മെയിൻ വേർബായിട്ട് ഉപയോഗിക്കുമ്പോൾ ആ സെൻറ്റൻസിൽ ഒരു ഇൻഫിനിറ്റീവ് ഉണ്ടാവും. എന്നാൽ ഓക്സിലിയറി, മോഡൽ ഓക്സിലിയറി വേർബായിട്ട് ഉപയോഗിക്കുമ്പോൾ അവിടെ ഒരു മെയിൻ വേർബ് വേറെ ഉണ്ടാകും. ഓക്കെ, ഈ രണ്ട് സെൻറ്റൻസുകളുടെയും ആശയം ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇതിൽ ഏത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഈ രണ്ട് രീതിയിലുള്ള ഉപയോഗങ്ങളും പറയാനുള്ള കാരണം നിങ്ങളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ടല്ല. ഇങ്ങനെ പറയുന്നത് കൊണ്ട് ഇപ്പോൾ എക്സാമിനൊക്കെ ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാം. ഇപ്പോൾ നോക്കൂ, ഓക്സിലറി വേർബായിട്ട് ഉപയോഗിക്കുമ്പോൾ ഐ ഡയർ നോട്ട് കഴിഞ്ഞൊരു ടു ടച്ച് ഹർ എന്ന് പറഞ്ഞിട്ട് ഒരു സെൻറ്റൻസ് തരും. പിന്നെ ഐ ഡയർ നോട്ട് ടച്ച് ഹർ ഇങ്ങനെ തന്നിട്ട് വിച്ച് ഈസ് കറക്റ്റ് എന്ന് ചോദിച്ചാൽ ഇവിടെ ഡയർ ഓക്സിലിയറി, മോഡൽ ഓക്സിലിയറി വേർബായിട്ട് ഉപയോഗിക്കുമ്പോൾ ഇവിടെ ടു ചേർക്കാൻ പാടില്ല എന്നുള്ളത് നമുക്ക് അറിഞ്ഞാൽ മാത്രമേ ഇതിലേതാണ് കറക്റ്റ് എന്നുള്ളത് കണ്ടെത്താനായിട്ട് പറ്റുകയുള്ളൂ. അതുപോലെ തന്നെ മെയിൻ വേർബായിട്ട് ഉപയോഗിക്കുമ്പോഴും ഐ ഡോണ്ട് ഡയർ ടച്ച് ഹെർ എന്ന് പറഞ്ഞാൽ റോങ് ആണ്. അപ്പോൾ ടച്ച് മെയിൻ വേർബ് ആവും. അപ്പോൾ ഇവിടെ ഡയറും മെയിൻ വേർബ് ആവും. അപ്പോൾ രണ്ട് മെയിൻ വേർബ് ഒരു സെൻറ്റൻസിൽ ഇങ്ങനെ അടുത്ത് വരില്ല. അപ്പോൾ ഐ ഡോണ്ട് ഡയർ ടു ടച്ച് ഹെർ എന്ന് തന്നെ പറയണം. അപ്പോൾ ടു ചേർത്തിട്ടും ചേർക്കാതെയും രണ്ട് സെൻറ്റൻസുകൾ തന്നിട്ട് വിച്ച് ഈസ് കറക്റ്റ് എന്ന് ചോദിക്കാം. ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുറേ പേര് നമ്മുടെ ചാനൽ വാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഗ്രാമർ കൂടുതൽ ഫോക്കസ് ചെയ്ത് ഞാൻ പറയുന്നത്. അപ്പോൾ ഗ്രാമർ കേൾക്കുന്നത് ചിലർക്കൊന്നും അത്ര ഇഷ്ടമുണ്ടാവില്ല. ഗ്രാമർ എന്ന് പറയുന്നതേ അലർജി ഉള്ളവരൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ ഇങ്ങനെ ഗ്രാമറിൽ ഫോക്കസ് ചെയ്യാനുള്ളൊരു കാരണം ഇതാണ്. എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടാവാം, അതല്ലെങ്കിൽ PSCക്കൊക്കെ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടാവാം. അപ്പോൾ അവർക്കൊക്കെ ഒരു ഉപകാരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കൂടുതൽ ഞാൻ ഗ്രാമറിൽ ഫോക്കസ് ചെയ്യുന്നത്. അതോടൊപ്പം ഇവിടെ പറയുന്ന ധാരാളം എക്സാമ്പിൾസ് നിങ്ങൾ കേൾക്കുന്നുണ്ട്. അതിൻ്റെ വേർഡ് ഓർഡർ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ മൈൻഡിൽ അങ്ങനെ സെറ്റായിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടാവും. അത് നമ്മുടെ സ്പീക്കിംഗ് കപ്പാസിറ്റിയെ വർദ്ധിപ്പിക്കും. അപ്പോൾ അങ്ങനെ അതിലൂടെ നമുക്ക് ഇംഗ്ലീഷ് സ്പീക്ക് ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പോൾ ഡയർ മോഡൽ ഓക്സിലറി വേർബായിട്ട്
രണ്ട് തരം സെൻറ്റൻസുകളിൽ ഉപയോഗിക്കാമെന്നാണ് പറഞ്ഞത്. ഒന്ന് നെഗറ്റീവ് സെൻറ്റൻസുകളിൽ, രണ്ടാമത്തേത് ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസുകളിൽ. നെഗറ്റീവ് സെൻറ്റൻസിലുള്ള എക്സാമ്പിൾസാണ് ഇവിടെ പറഞ്ഞത്, എക്സാമ്പിളാണ് പറഞ്ഞത്. ഇനി അടുത്തത് ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസിൽ എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. ഇപ്പോൾ ഒരു ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസ് പറയാം. ഡിഡ് യു ഡെയർ ടു സ്ലീപ്പ് ഇൻ ദാറ്റ് റൂം എലോൺ? ഡിഡ് യു ഡെയർ ടു സ്ലീപ്പ് ഇൻ ദാറ്റ് റൂം എലോൺ? ആ മുറിയിൽ ഒറ്റയ്ക്കുറങ്ങാൻ നിങ്ങൾ ധൈര്യപ്പെട്ടോ? നിങ്ങൾ അതിന് തുനിഞ്ഞോ? ആ മുറിയിൽ ഒറ്റയ്ക്കുറങ്ങാൻ നിങ്ങൾ ധൈര്യപ്പെട്ടോ എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ ഡിഡ് ആണ് മോഡൽ ഓക്സിലിയറി വേർബ്. അപ്പോൾ ഇവിടെ ഡെയർ എന്നുള്ളത് മെയിൻ വേർബാണ്. ഇനി ഇതേ ആശയം വരുന്ന ഒരു സെൻറ്റൻസ് നമുക്ക് ഡെയർ മോഡൽ ഓക്സിലിയറി വേർബായിട്ട് ഉപയോഗിച്ച് എങ്ങനെ പറയാമെന്ന് നോക്കാം. ഡെയർഡ് യു സ്ലീപ്പ് ഇൻ ദാറ്റ് റൂം എലോൺ? ഡെയർഡ് യു സ്ലീപ്പ് ഇൻ ദാറ്റ് റൂം എലോൺ? ആ റൂമിൽ ഒറ്റയ്ക്കുറങ്ങാൻ നീ ധൈര്യപ്പെട്ടോ? ഒരു കാര്യം ചെയ്യാൻ നീ ധൈര്യപ്പെട്ടോ എന്നാണ് ചോദിക്കുന്നത്. ധൈര്യപ്പെട്ടോ, അതായത് പാസ്റ്റിൽ അങ്ങനെ സംഭവിച്ചോ എന്നാണ് ചോദിക്കുന്നത്. അതായത് ഈ സെൻറ്റൻസ് ഒരു പാസ്റ്റ് ടെൻസ് ആണ്. അതുകൊണ്ടാണ് ഇവിടെ ഡേഡ് ഉപയോഗിച്ചിരിക്കുന്നത്. ഡേഡ് യു സ്ലീപ്പ് ഇൻ ദാറ്റ് റൂം എലോൺ? അപ്പോൾ ഈ സെൻറ്റൻസിലെ ഡേഡ് ആണ് മോഡൽ ഓക്സിലിയറി വേർബ്. ഇവിടെ സ്ലീപ്പാണ് മെയിൻ വേർബ്, സ്ലീപ്പ്. ഇവിടെ മെയിൻ വേർബ് ആയതുകൊണ്ട് ഇവിടെ ഒരിക്കലും ടു സ്ലീപ്പ് എന്ന് പറയാൻ പറ്റില്ല. എന്നാൽ ഇവിടെ മെയിൻ വേർബ് അല്ല, ഇവിടെ ഇൻഫിനിറ്റീവ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ മെയിൻ വേർബ് ഡെയർ ഉണ്ട്. സോ ഇവിടെ ടു പ്ലസ് വേർബാണ് ഉപയോഗിച്ചിരിക്കുന്നത്, ടു ഇൻഫിനിറ്റീവ്. നെക്സ്റ്റ് വൺ, ഹൗ ഡെയർ. ഹൗ ഡെയർ ഉപയോഗിക്കുന്നത് ആരെങ്കിലും ചെയ്ത ഒരു കാര്യത്തെക്കുറിച്ച് ദേഷ്യം പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഹൗ ഡെയർ ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾസ്, ഹൗ ഡെയർ ഹി ഓർഡേർഡ് മീ? എന്നോട് ആജ്ഞാപിക്കാൻ അവൻക്കെങ്ങനെ ധൈര്യമുണ്ട്? ഹൗ ഡെയർ ഹി? അവൻക്കെങ്ങനെ ധൈര്യമുണ്ട്? ഹൗ ഡെയർ ഹി ഓർഡേർഡ് മീ? എന്നോട് ആജ്ഞാപിക്കാൻ അവൻക്കെങ്ങനെ ധൈര്യമുണ്ട്? ഹൗ ഡെയർ യു യൂസ് മൈ ബൈക്ക് വിത്തൗട്ട് ആസ്കിങ്? എന്നോട് ചോദിക്കാതെ എൻ്റെ ബൈക്ക് ഉപയോഗിക്കാൻ നിനക്കെങ്ങനെ ധൈര്യമുണ്ട്? ഹൗ ഡെയർ യു? നിനക്കെങ്ങനെ ധൈര്യമുണ്ട്? യൂസ് മൈ ബൈക്ക്? എൻ്റെ ബൈക്ക് ഉപയോഗിക്കാൻ. വിത്തൗട്ട് ആസ്കിങ്? ചോദിക്കാതെ. ഹൗ ഡെയർ യു എൻ്റർ മൈ ചേംബർ വിതൗട്ട് പെർമിഷൻ? അനുമതിയില്ലാതെ എൻ്റെ ചേംബറിലേക്ക് പ്രവേശിക്കാൻ നിങ്ങൾക്കെങ്ങനെ ധൈര്യമുണ്ട്? ഹൗ ഡെയർ ഹി ഡൗട്ട് മൈ ലോയൽറ്റി? എൻ്റെ വിശ്വസ്തതയെ സംശയിക്കാൻ അവന് എങ്ങനെ ധൈര്യപ്പെടുന്നു? ഹൗ ഡെയർ ഹി സേ ദിസ് ടു യു? അവൻ നിങ്ങളോടിത് പറയാൻ എങ്ങനെ ധൈര്യപ്പെടുന്നു? അപ്പോൾ ഹൗ ഡെയർ ഉപയോഗിച്ചൊരു സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഹൗ ഡെയർ പ്ലസ് സബ്ജക്റ്റ് പ്ലസ് വേർബിൻ്റെ ഫസ്റ്റ് ഫോം ദെൻ ഒബ്ജക്റ്റ്. അപ്പോൾ ഇന്നത്തെ ലെസൺ ഇവിടെ പൂർണ്ണമാകുന്നു. ഐ വിൽ ബി ബാക്ക് സൂൺ വിത്ത് ആൻ അതർ ലെസൺ. ബൈ ബൈ.